റിയലിസ്റ്റിക് ആയിട്ട് ഹെയർസ് എങ്ങനെ വരയ്ക്കാം എന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു HP പെൻസിൽ യൂസ് ചെയ്തിട്ട് നല്ല നീറ്റ് ആയിട്ട് ആ ഹെയർസിന്റെ ഷേപ്സിനെ ഒന്ന് സ്കെച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതേ HP പെൻസിൽ തന്നെ യൂസ് ചെയ്ത് ഇതിനെ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് വിട്ടോളൂ. ഇതാണ് നമ്മുടെ ബേസ് ലെയർ. അതിനുശേഷം പയ്യെ 2B പെൻസിൽ എടുത്തോളുക. എന്നിട്ട് കുറച്ചുകൂടെ ലൈൻസിനെ തെളിക്കാം, കുറച്ചുകൂടെ ഷെയ്ഡ് ചെയ്ത് അതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് വിടാം. അതിനുശേഷം ഒരു ഡാർക്കർ ഗ്രേഡ് പെൻസിൽ എടുത്തിട്ട് മുഴുവൻ ഡാർക്കായിട്ട് തന്നെ തെളിച്ചെടുക്കാം. എന്നിട്ട് അതിൽ ഷാഡോ കൂടുതൽ വരുന്ന സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ തന്നെ മാർക്ക് ചെയ്ത് കുറച്ച് ഗ്രാഫൈറ്റ് പൗഡർ യൂസ് ചെയ്ത ഡാർക്കർ ഏരിയാസിനെ ഫുള്ള് കവർ ചെയ്യുക. എന്നിട്ട് ആ ഡാർക്കർ ഏരിയാസിൽ ഏറ്റവും കൂടുതൽ ഡാർക്ക്നെസ് വരുന്നിടത്ത് ആ ഒരു ഡാർക്കർ ഷെയ്ഡ് പെൻസിൽ യൂസ് ചെയ്ത് തന്നെ ഓരോ ലൈൻസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ലൈൻസ് അല്ലെങ്കിൽ ഷെയ്ഡ് യൂസ് ചെയ്ത് നിങ്ങളുടെ സ്റ്റൈലിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെളിച്ച് അങ്ങ് എടുത്തോളുക. എന്നിട്ട് പിന്നെയും ഷെയ്ഡ്സ് അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് ഷെയ്ഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് അങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ട് ക്ഷമ വേണം, സമയമെടുക്കും. എന്നിട്ടൊരു മോണോസെറോ ഇറേസറോ പെൻസിൽ ഇറേസറൊക്കെ യൂസ് ചെയ്തിട്ട് ഹൈലൈറ്റഡ് ഹെയർസിനെ വളരെ സമയമെടുത്ത് സമയമെടുക്കാൻ ഞാൻ പറയുന്നത് പലരും ഇങ്ങനെ ഓടിച്ചിടുമ്പോഴത്തേക്കും ആ പെർഫെക്ഷൻ പോവും. അപ്പോൾ ആ ഹൈലൈറ്റിന്റെ ആണെങ്കിലും ലൈൻസിന്റെ ആണെങ്കിലും പെർഫെക്ഷൻ പോവാതെ മാക്സിമം ടിപ്പൊക്കെ ഷാർപ്പ് ചെയ്ത് വെച്ചിട്ടത് പെൻസിലായാലും ശരി ഇറേസർ ആയാലും ശരി. അതുപോലെ ഇറേസേഴ്സ് യൂസ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രോസസ്സ് തീരുന്നില്ല. അതിനുശേഷവും ഒരു പെൻസിൽ യൂസ് ചെയ്ത് ലൈൻസിനെ കുറച്ചുകൂടെ റിഫൈൻ ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ ഒരു റിയലിസ്റ്റിക് ഫീൽ നമുക്ക് കിട്ടുള്ളൂ. ഇതുപോലൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റുള്ളൂ. സോ പെമ്പിള്ളാറെ മുടി വരയ്ക്കണമെങ്കിൽ